प्रभु हे प्रभु, हे हरि राम कृष्ण जगन्नाथ प्रेमानंद, ये क्या हुआ? വക്കീൽ സാറേ, വക്കീൽ സാറേ, ഇവിടെ ആരും ഇല്ലേ? വക്കീലേ, വക്കീലേ. ഇതാരോ വാടിക്കിടന്ന് ബഹളം വെക്കണേ? യെസ് കമിങ്. അങ്ങനെ വക്കീല? അല്ല ഷക്കീല, താൻ ഏതാ? നമസ്കാരം, ഞാൻ മുക്കത്തിന്നാ വന്നത്. താൻ മുക്കി തിന്നോ ഇല്ല നക്കി തിന്നോവാ, അതിന് ഞാനെന്ത് വേണം? അയ്യോ അതല്ല പറഞ്ഞത്, ഞാൻ കോടംതുരുത്ത് മുക്കത്തിന്ന് വല്ലെന്നാ പറഞ്ഞത്. എന്റെ പേര് സുകുമാരൻ, എനിക്ക് വക്കീൽ സാറിന് ഒന്ന് കാണണം. സാധിക്കില്ല. സാധിക്കുവേണ്ട, സിദ്ധിക്ക് മതി. അങ്ങനെയാണല്ലോ വക്കീല്. ഇടോ അതല്ല പറഞ്ഞത്, വക്കീൽ സാർ ഇപ്പൊ ബിസിയാ, കാണാൻ പറ്റത്തില്ല. പിന്നെ കേസിന്റെ വല്ല കാര്യമാണെങ്കിൽ അത് എന്നോട് പറഞ്ഞാൽ മതി. അല്ല, ഇതൊക്കെ ചോദിക്കാൻ സാറാരാണ്? ഞാനോ? ഞാനാണ് ഗുമസ്തൻ, സരസൻ ഗുമസ്തൻ. എന്റെ പൊന്ന് സമസ്തം ഗുരുസ്ത. എന്ത്? അല്ല ഗുരുസ്ത സമസ്ത എന്തൊക്കെയാണ് ഈ പറയണേ? എന്താണെന്ന് അറിയാൻ പാടില്ല. ഇതുപോലുള്ള കട്ടിയുള്ള വാക്കൊക്കെ പറഞ്ഞ പണ്ട് എന്റെ വായിന്നു. എടോ സരസൻ ഗുമസ്തൻ. അത് തന്നെ ആസ്തം തന്നെ. സാറ് കേൾക്കണം, ഞാൻ പറയാം. എൻ്റെ വീടിൻ്റെ അടുത്ത് ഞങ്ങളുടെ ബന്ധത്തിൽപ്പെട്ടൊരു കിളവൻ താമസിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസം രാവിലെ ഇയാൾ എൻ്റെ വീട്ടിലോട് വന്നിട്ട് പറയാനാണ്, മനെ അമ്മാവൻ്റെ കക്കൂസൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞു പോയി, വിളിച്ചിരിക്കാൻ സ്ഥലമില്ലെന്ന്. കേട്ടെ മനസ്സങ്ങടെ അലിഞ്ഞു പോയി. ഞാൻ പറഞ്ഞു, അമ്മാവൻ ഒന്നും കൊണ്ടും പേടിക്കണ്ട, നമുക്കിവിടെ വലിയ തെങ്ങും തോപ്പ് കിടക്കണല്ലേ, അതിലിപ്പോൾ വിളിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഈ കള്ളക്കിളവൻ ദിവസം 2 നേരം വെച്ച് പോയി വിളിക്കിരിക്കാൻ തുടങ്ങി. എൻ്റെ കഷ്ടകാലത്തിനാണ് അയാൾക്കടെ നല്ല കാലത്തിനാണെന്ന് അറിയാൻ പാടില്ല. അക്കൊല്ലം ഭ്രാന്ത് പിടിച്ചോ നിറച്ച് തേങ്ങണ്ട. അത് നല്ല കാര്യമല്ലേ, അതിന് താനെന്താ വിഷമിക്കണേ? വിഷമിക്കണ എന്തിനാണെന്നാ? പറമ്പിൽ മുടക്കുന്നതിന്റെ ലാഭവിഹിതം ചോദിച്ചേ ആ കള്ളക്കിളവ് കേസ് കൊടുത്തേക്കണേ. ഞാൻ ഇവിടെ നിന്ന് എടുത്തിട്ട് കൊടുക്കാനും ആ കേസൊന്നും വക്കീലാണ് പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നതെന്ന്. ഓ മൈ ഗോഡ്, എന്റെ കോടതി ജീവിതത്തിൽ ഇതുപോലൊരു സങ്കീർണമായ കേസ് ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. ആട്ടെ, ഇത് കണ്ട ദൃക്സാക്ഷികൾ ആരെങ്കിലും ഉണ്ടോ? ഇതിനൊക്കെ ദൃക്സാക്ഷി പറയാനായിട്ട് ഏതെങ്കിലും ഇത് കിട്ടാൻ പറ്റുമോ സാറേ? ദാറ്റ്സ് ദ പോയിന്റ്. പക്ഷേ ഇത് നമ്മുടെ വക്കീലിനെ ഏൽപ്പിച്ചാൽ വലിയ പണച്ചിലവ് വരും. കാരണം ഇത് ഇപ്പോഴൊന്നും തീരാൻ പോകുന്നില്ല. അതെന്താ? അവൻ ഇങ്ങനെ മുടക്കുമുതൽ ഇറക്കിക്കൊണ്ടിരിക്കുകയല്ലേ, അതിനനുസരിച്ച് കേസ് നീണ്ടുപോകും. മുടിയും. അയ്യോ, അപ്പൊ ഇനി ഞാനെന്താ ചെയ്യാം? വെരി കോംപ്ലിക്കേറ്റഡ്. താൻ ഒരു കാര്യം ചെയ്യും, ഒരു ഗവൺമെന്റ് വക്കീലിനെ കാണ്. അതാകുമ്പോൾ വലിയ പണച്ചിലവും വരില്ല. ഇനിയുള്ള മാർഗം അതേ ഉള്ളൂ. എന്നാ പിന്നെ ഇനി അങ്ങനെയായിട്ട് ചെയ്യാം, അല്ലാതെ വേറെ മാർഗമൊന്നുമില്ലല്ലോ. വരട്ടെ സാറേ. സുകുമാരൻ, ഒരു നിമിഷം. എന്താണ്? താങ്കളുടെ പേര് കേസ് കൊടുത്തില്ലേ? അയാളെ നമ്പർ ഒന്ന് വേണം. അതെന്തിനാണ് സാറേ? അതെ, തമിഴ്നാട്ടിൽ എനിക്ക് 10 ഏക്കർ വാഴത്തോട്ടം ഉണ്ട്. അവിടെ മുടക്കുമുതൽ ഇറക്കാൻ ഇയാളെ കിട്ടിയാണെങ്കിൽ ഞാൻ പൊളിക്കും. हे प्रभु हे हरि